നമുക്ക് കുളിക്കണ്ടേ? വല്ലപ്പോഴും കുളിക്കണ്ടേ? കുളിക്കണ്ടേ? നമുക്ക് കുളിക്കണ്ടേ? നിങ്ങൾ നമ്മൾ കുളിക്കണ്ടേ? എത്രയേ ഉള്ളൂ. സാധനം കുറച്ച് വലുതാൻ ചാൻസ് ഉണ്ട്. ഉണങ്ങിയ വെള്ളം കയറി വേണ്ട, ഒരു വെള്ളം ചെറുതായിട്ട്. ഇതാണ് കുഞ്ഞാങ്കണ്ണി, മാനത്ത് കണ്ണി, ഇലാപ്പി. മഴ മഴ ഇങ്ങോട്ടുള്ള ചാൻസ്. കമോൺ എവരിബഡി, പെട്ടെന്ന് പെട്ടെന്ന് മഴ പെട്ടെന്ന് മഴ കുളിക്കാൻ. ഞാൻ അവിടെ ഇരിക്കട്ടെ. വാ, നമ്മളെ മീൻകുളം മനസ്സിലായില്ലേ? മീൻകുളത്തിനകത്ത് ഫുള്ള് വെള്ളം, മഴ പെയ്ത് വെള്ളം കയറി. കുറേ നമ്മൾ വെള്ളം വെച്ച് അടിച്ചു കയറ്റി. ജീജാ മോക്ലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് നല്ല മഴയത്തൊന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങണം. മനസ്സിലായി? നല്ല മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നത്, പക്ഷേ നമുക്ക് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വെറുതെ കുളിക്കാൻ വേണ്ടി ഇറങ്ങി കാലിൽ ചെരുപ്പ് കയറിയിട്ട് ഇറക്കാൻ പറ്റില്ല. ഈ കാണുന്ന പോലെ എടാ, ഈ കാണുന്ന പോലെ ചെരുപ്പ് അകത്തോട്ട് കയറി. അപ്പോൾ ഇനി വീട്ടിൽ പെട്ടുള്ള കാര്യമുള്ളൂ. ചിന്തി കാണുന്ന പോലെ എനിക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. മനസ്സിലായി? അയ്യോ, അവിടെ ഇരിക്കട്ടെ. അതിനോട് ചോദിക്കണം. അപ്പോൾ അതവിടെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഈ കാണുന്ന പോലെ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ഫിഷ് ടാങ്കാണ്, പുതിയ ഫിഷ് ടാങ്കാണ്. ഫിഷ് ടാങ്കിലാണ് ഇത്രയും വെള്ളമായി. മനസ്സിലായില്ലേ? കാണുന്ന താമരത്തൈയൊക്കെ നമ്മൾ നട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. അത് വെള്ളം നല്ല കറക്റ്റ് കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മീനുകൾക്ക് വരാൻ പറ്റിയ കിടിലം കളറായിട്ടുണ്ട്. ഫുള്ള് സെറ്റായി കിടക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. തിരിഞ്ഞ് തണുത്ത് വറുത്തി കാണുമല്ലോ. കാല് തന്നെ തിരിഞ്ഞ് കാണുന്നത് തിരികെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് കുറച്ച് വെട്ടം കുറവാണ്. മനസ്സിലായില്ലേ? നമ്മൾ മറ്റേ അഴുക്ക ഇലയൊക്കെ വാരി ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമാണ്. മനസ്സിലായില്ലേ? അതായത് ഈ കാണുന്ന പോലെ മീനുകൾക്കൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ pH ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കരിയില, ഉണങ്ങിയ ഇലയും കാര്യങ്ങളൊക്കെ വാരിയിട്ട് ചീഞ്ഞ് ഈ കാണുന്ന പഴുത്ത ഇലയൊക്കെ വാരി പറക്കിയിട്ട് വെള്ളം ഒന്ന് ചീഞ്ഞ വെള്ളമാണ് ഒരു വായിക്കാത്ത വെച്ചത്. മനസ്സിലായില്ല? നല്ല അസുഖം വന്ന് വേണ്ട, മതി 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 മതി. അപ്പോൾ നമുക്കെന്തായാലും കുറച്ചുകൂടി താഴ്ത്തോ. മനസ്സിലായി? ഈ കാണുന്ന ഭാഗത്ത് നിന്ന് കയറിയിട്ട് നമ്മുടെ വയലിലോട്ട് പോകണം. മനസ്സിലായില്ലേ? വയലിൽ മഴ പെയ്ത നല്ല രസമാണ്. മനസ്സിലായ? ഈ കാണുന്ന പോലെ മീൻകുളത്തിനടുത്തോട്ട് ഇവിടെ വലയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. വലയിലൊന്നുമില്ല. വരുന്നത് ചാർന്നാ കാണിക്കോ? അത് പിടിച്ചോ. എനിക്ക് മൂത്ര കാണാൻ പറ്റുന്നില്ല, ഒട്ടും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ കുറച്ച് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടി എപ്പോഴും കാട്ടുപന്നിയുണ്ട്. ഈ കാണുന്നത് വഴി, ഇതാണ് കാട്ടുപന്നി പോകുന്ന വഴി. ഈ കാണുന്നവർ ഇങ്ങനെ ഒരു വഴി വെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇതൊരു കാട്ടുപന്നി സ്ഥിരം പോകുന്ന സ്ഥലമാണിത്. ആ ഭാഗത്താണ് ചിന്തി കയറി നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ഭാഗത്തൊക്കെ ചാടി മറിയാൻ വേണ്ടി വന്ന് നല്ല സമയം പൂക്കളൊക്കെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട്. കയ്യടെ അപ്പോ ചെരുപ്പ് അവിടെ നിന്ന് ഇങ്ങനെ തടച്ചു. ചെരുപ്പലും കേട്ടോ കാണണ്ട? അയ്യോ, ഇതിനെ കാണാൻ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ ഇരിക്കുന്നു. മുടിയൊക്കെ തപ്പിട. അപ്പോൾ നമ്മളീ കാണുന്ന പോലെ മീൻ എടാ കാണാമോ? ക്രാണ, പൊത്ത, മാനത്ത് കണ്ണി കുറേ ഉണ്ട്. കണ്ടാ തിരിച്ചു വിടാറായ വിട്ടാ? ഞാൻ പോയി വലുതിനെ കൊണ്ടുവരാം. ഞാൻ പോയി കൊമ്പനെ കൊണ്ടുവരാം. ഈ കുളത്തിൽ ഏറ്റവും വലിയ മീനിനെ പിടിച്ചോണ്ട് വാ. മീനെല്ലാം കാണുന്നുണ്ടാ? മീനെല്ലാം കിട്ടിയോന്ന്. ഞാൻ ചാടാത്ത എന്താന്ന് വെച്ചാ വെള്ളം അത്ര നല്ലതല്ല. എനിക്ക് വല്ലതും പറ്റിയ അല്ലേടാ? എനിക്ക് വല്ലതും പറ്റിയ
എടാ ഈ കുളത്തിലെ ഏറ്റവും വലിയ മീനെ പിടിച്ചോണ്ട് വരാൻ എന്നോട് പറഞ്ഞ അതിന്റെ കൊച്ചിനെ എടുത്തോണ്ട് വരുന്നു മീൻ കുട്ടി എടുത്തോണ്ട് വരുന്നു എന്തോ കിട്ടി പക്ഷെ വലുതല്ല ചെറുത് ചെറുതല്ലേ വലുതാ കേട്ടാ പൂഞ്ഞാങ്കണ്ണി മാനത്ത് കണ്ണി തിലാപ്പി പിടക്കണ ഫിലോപ്പിയെ ചാകര 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 കമ്മോണ ഒരുപടി മത്സരമായി ചാകര 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 കുറെ ചാകര യാവാന അല്ല പൊരിക്കാൻ പറ്റിയ പരിമോ എങ്ങനെയുണ്ട് നീ പോ എല്ലാരും വാ എല്ലാരും വാ എല്ലാരും വാങ്ക കൊമ്പനെ കിട്ടി 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 ഇതേതാ മീന് ഇതാണ് മലേഷ്യൻ ഇത് കാര്യല്ല മലേഷ്യൻ മലേഷ്യൻ വാള നോക്ക് നോക്ക് ഒരു കുഞ്ഞു മണക്ക് പൂഞ്ഞാങ്കണ്ണി ചത്ത് മലേഷ്യൻ വീണ് കുഞ്ഞാങ്കണ്ണി ശരിയായി ബിഗ് ഫിഷ് കാണുന്നവർ നമ്മൾ കൊമ്പനെ തിരിച്ചിടാൻ വേണം മനസ്സിലായി കൊമ്പൻ ചെറുതാണ് വലിയ കൊമ്പനല്ല കൊമ്പൻ ജല്ലിയല്ല ചെറിയ കൊമ്പൻ ജല്ലിയാണ് പാലൊക്കെ കിട്ടണം സെറ്റ് സെറ്റ് പാലി കീഴിലെ വാഴ പറഞ്ഞ മലേഷ്യൻ പാള കൊമ്പൻ പോയി കൊമ്പൻ പോയി കൊമ്പൻ പോയി പെട്ടാത്തൊന്നും ഇല്ലാത്തണ്ടേ പഠിച്ചെടുത്തു ഒന്നെടുത്തേറ്റ ചേച്ചിയെ ആരെങ്കിലും അതൊന്നും വേണ്ട അഴുക്ക് ഒരുപാട് കായുണ്ട് അത്രയും വെയിറ്റ് ഞാൻ ചുമക്കേണ്ടി കിടന്നു പേടിക്കണ്ട വെടിച്ചു പോയ കായില്ലേ വെടിച്ചു പോയ കായ നമ്മൾ എടുത്ത് കാണാൻ ഇല്ലെങ്കിൽ അത് വൃത്തിയിട്ട കാ ഒന്നിനും കൊള്ളില്ല അങ്ങനത്തെ കുറച്ച് കായുണ്ട് അത് മനസ്സിലായില്ലെങ്കിൽ വേണ്ട വെടിച്ച കായൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ ഉണ്ട് ഇതൊക്കെ വെടിച്ച കായ നമ്മൾ ഈ കാണാൻ പശു ഉണ്ടായിരുന്ന പശു എടുക്കണം പശു ഇല്ലാത്തതുകൊണ്ട് പശു എടുക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ പശു ഇല്ലാത്തതുകൊണ്ട് പശു എടുക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ കുറേ കാര്യം ഇങ്ങനെ വെടിച്ചിരിപ്പുണ്ട് മനസ്സിലായില്ലേ വെടിച്ച കായ ഇതൊക്കെ വെടിച്ച് ഇതൊക്കെ ഇതിനകത്ത് പുഴു കാണാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വെടിച്ച് കയറിയിരിക്കും അതൊക്കെ പശു എടുക്കാൻ പറ്റില്ല പശു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പശു എടുക്കുന്നില്ല കൃത്യമായിട്ട് വെടിച്ച കാളുണ്ട് കണ്ടാ വെടിച്ച കായ്ക്ക് കൊടുക്കാൻ പശു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പശു എടുക്കാൻ പറ്റില്ല പശു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പശു എടുക്കാൻ പറ്റില്ല വീണ്ടും നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇനിയും വെടിച്ച കായിട്ട് മനസ്സിലായില്ലേ കണ്ടാ ഇത് വെടിച്ചക്കാണ് വെടിച്ചക്ക പഴുത്ത് കഴിഞ്ഞാൽ ഒന്നിനും കൂടുതൽ മനസ്സിലായില്ല കറി വയ്ക്കാനും കൂടുതൽ ഒന്നിനും കൂടുതൽ പുഴു കാണാൻ ചാൻസ് ഉണ്ട് മനസ്സിലായി അപ്പോൾ ഇനിയും തപ്പി കഴിഞ്ഞാൽ ഇനിയും വെടിച്ചക്ക കിട്ടും ആവശ്യമില്ലാത്ത വെടിച്ചക്കാലം എടുത്ത് കണ്ടപ്പോൾ ഒന്നുകൂടി ലാസ്റ്റായിട്ട് കുളിച്ചാൽ നമുക്ക് വീണ്ടും നല്ല ശുദ്ധമായ ചീഞ്ഞ വെള്ളം മനസ്സിലായില്ലേ അപ്പോൾ നിൽക്കാൻ കഴിഞ്ഞു പോകണേ അത് മാറ്റി പിടിക്കാറ് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഡേഞ്ചർ കണ്ടിട്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നല്ല ശുദ്ധമായ ജലമാണെന്ന് തോന്നുമെങ്കിലും ശുദ്ധമായ ജലമല്ല നമുക്ക് നല്ല തൊലിക്കട്ടിയായതുകൊണ്ട് അത്ര വലിയ പെട്ടെന്ന് വലിയ അസുഖങ്ങളൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ലാത്ത എല്ലാ അസുഖം വന്നു കഴിഞ്ഞു മനസ്സിലായി ഇനി വരെ അസുഖങ്ങളൊന്നും ബാക്കിയില്ല എലിപ്പനി ചിക്കൻ കുഞ്ഞ ഡെങ്കിപ്പനി മറ്റേത് മറിച്ചത് എല്ലാം വന്ന് മനസ്സിലായില്ല അതുകൊണ്ട് ഇനി ചെറുതൊന്നും വരില്ല വലിയതേ വരുള്ളൂ ഇങ്ങനെ തുപ്പിയപ്പോഴേ മുടി കൂടി തുപ്പി കൊടുത്തു ഇത് മുടി മൊത്തം തുപ്പല്ലേ മനസ്സിലായി സാറില്ല അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് മഴ തന്നെ വേണ്ടി കുളിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇനി ഒരുപാട് ചാടി മറിയ സ്ഥലങ്ങളൊക്കെ ബാക്കിയിട്ട് ചിഞ്ചി കാണുന്നവർ ഇവിടെ എവിടെ ചിഞ്ചി കാണുന്ന നനഞ്ഞ് കുളിച്ചൊക്കെ നിൽക്കുന്നത് ചിഞ്ചിന് വെള്ളത്തിൽ ചാടാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ചിഞ്ചിന് വെള്ളത്തിൽ ഇറങ്ങിയാൽ ചിഞ്ചിന് ചൊറിയും ചിറങ്ങൊക്കെ ഒന്ന് ചാവാൻ ചാൻസ് മനസ്സിലായതുകൊണ്ട് ചിഞ്ചിന് ചൊറിയും ചിറങ്ങി വന്ന് ചാവാൻ കിടക്കുന്ന ചിഞ്ചിനെ ശുശ്രൂഷിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ കാണുന്നത് ചിഞ്ചിനെടുത്ത് വെള്ളത്തിലാണ് മനസ്സിലായില്ലേ നമുക്ക് കുളിക്കണ്ടേ വല്ലപ്പോഴേക്കും കുളിക്കണ്ടേ രസം കുളിക്കണ്ടേ നമുക്ക് ഒരു രസം കുളിക്കണ്ടേ നിങ്ങൾ പറഞ്ഞ നമ്മൾ കുളിക്കണ്ടേ അത് പ്രശ്നം പറയാം ഇതിനകത്ത് ഞാൻ ഒരു സാധനം കെട്ടിയിട്ടുണ്ട് ഈ കാലിലൊരു നൂല് കെട്ടിയിട്ടുണ്ട് അതിൽ കയറി ടൈറ്റ് ആവുന്നു മനസ്സിലായില്ലേ ഇളകി അങ്ങോട്ട് പോകുന്നുമില്ല പണ്ടാറ് പറഞ്ഞാൽ നീട്ടി ഇതുകൊണ്ട് ഈ കാണുന്നല്ലേ പട്ടി കിടന്ന് വരവിലുണ്ട് വരുന്നാ ഇറങ്ങി വാ ബ്ലഡി പൂർ ജെയിംസിൻ്റെ പോയി വരുന്നാ നീ നല്ല രസമുണ്ട് കാട്ടുപന്നി മാത്രമേ ഇതോടെ ഇവിടെ ഇങ്ങനെ ചാടിയിട്ടുള്ളൂ പറഞ്ഞാ ഈ കാണുന്ന ഭാഗത്ത് മുഴുവൻ
ഈ കാണുന്ന ഭാഗത്ത് കാട്ടുപന്നി അല്ലാതെ മറ്റാരും ചാടി മറിയുന്നവരെ കണ്ടിട്ടില്ല. ഒരു പശു മാത്രം നടന്ന് മര്യാദയ്ക്ക് പുല്ലിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ചാടി മറിയാൻ വേണ്ടി പോകണം. അപ്പോൾ മഴയത്ത് മാത്രമേ ചാടി മറിയാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും പ്രാന്താണെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ പ്രാന്താണ് ഇപ്പോൾ നാട്ടിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഭാഗത്തേക്ക് ചാടി മറിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ കയറിപ്പോൾ അധികം മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി വരും. മനസ്സിലായില്ലേ? വരുന്നാ നീ അവിടെ വാഴക്കൊലം കെട്ടിപ്പിടിച്ച് കിടന്നു. ഞാൻ പോണു. ഓഹോ പോന്നരും. ഇതൊക്കെ കൊച്ചു കൊച്ചു കുളങ്ങളാണ്. മനസ്സിലായി? ഇവിടെയൊക്കെ മീൻ കഴിഞ്ഞാണ്ടല്ലേ ആണ്ടാ. ഇതൊക്കെ ബ്രാലി മീനുണ്ട്. വരാലി മീനൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഡെയിലി പന്നി വരും. മനസ്സിലായില്ലേ? കാട്ടുപന്നി ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിയ സാഹചര്യത്തിൽ ഇവിടെ കാട്ടുപന്നി ഇഷ്ടം പോലെ വന്ന് ഇവിടെ ചാടി മറിഞ്ഞിട്ടൊക്കെ പോകാറുണ്ട്. ഞാനും സത്യം അല്ലാതെ കാട്ടുപന്നി മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മുടെ പറ്റണില്ല. ഓക്കെ, ഇതും കൊണ്ട് എനിക്ക് വെള്ളത്തിൽ ചാടണമെന്നുണ്ട്. മനസ്സിലല്ലേ? പക്ഷേ ഇതും കൊണ്ട് ചാടി കഴിഞ്ഞിട്ട് അടവ് തീർന്നില്ല. ഇനി 27,000 ബാക്കി അടക്കേണ്ട. അപ്പോൾ നമ്മൾ അടവ് നിർത്തിയിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ചാടി കഴിഞ്ഞാൽ പിന്നെ വെറുതെ പൈസ കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് മറ്റേ ഇത് മനസ്സിലായില്ല, ഒരു ഉൾവിളി അങ്ങനെ ചെയ്ത് കുട്ട ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മൾ അങ്ങനെ ചാടാൻ വേണ്ടി പോലെ നോക്കുന്നതിന് നേരെ നമുക്ക് വീട്ടിലോട്ട് മനസ്സിലാക്കാം. കിട്ടോ വാഴക്കൊല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ മനസ്സിലല്ലേ? അങ്ങോട്ട് അടിക്കാറെല്ലാം കൂടെ മറിഞ്ഞു വിളിച്ചാണ്. അങ്ങോട്ട് വഴിയില്ല, ഇങ്ങോട്ട് പോ. അപ്പോൾ ചിഞ്ചിനൊരു ആഗ്രഹം മനസ്സിലാക്കണമെന്ന് ആഞ്ഞിലി മരത്തിനുണ്ട് ലൈൻ ചക്കയ്ക്കണം. മനസ്സിലായില്ലേ? അങ്ങ് ദൂരെ ഒരു ആഞ്ഞിലി മരത്തിന് മുകളിൽ ആഞ്ഞിലി ചക്കകൾ നിൽക്കുന്നത് പഴുത്തില്ലാന്ന് തോന്നുന്നു. ഒന്നും കണ്ടു ഇരുട്ടായിട്ടൊന്നും കാണാൻ പറ്റും. ഇന്നലെ രാത്രി മുഴുവൻ മറ്റേ വവ്വാലൊന്നും എന്തൊക്കെ വെള്ളം വെച്ച് കടിച്ച് പുറത്തൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ അയണിച്ചക്ക ഉണ്ടെങ്കിൽ അയണിച്ചക്ക വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരം അങ്ങോട്ട് കയറിയിട്ട് അയണിച്ചക്ക ഉണ്ടെന്ന് കിട്ടും. മനസ്സിലായില്ല? ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. കാഴ്ച തുടങ്ങിയതേ ഉള്ളൂ. മനസ്സിലായില്ലേ? മുകളിൽ കയറി അറിയാം. ഇപ്പോൾ ഇരുട്ട് ഫുള്ളിരുന്ന് കാണും. മനസ്സിലുണ്ട് അവിടെ ആ ഒരു ഏരിയയില്ല. അവിടെ ഡ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് മനസ്സിലായി. ചിലപ്പോൾ എല്ലാം കിട്ടിയാലോ. നമ്മൾ ആഞ്ഞിലി മരത്തിൻ്റെ അടുത്തോട്ട് പോകാനുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫുള്ള് ഡേഞ്ചർ സംഭവം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിൽ കാട്ടുപന്നി. ഞാൻ നേരത്തെ പറഞ്ഞ കാട്ടുപന്നികളിൽ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഫുള്ള് ചവിട്ടി മെതിച്ച് അവർ ഉരുണ്ട് മറണ്ട് പോയ സ്ഥലമാണ് ഈ കാണുന്ന. ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനടുത്തുകൂടിയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് കാട്ടുപന്നികൾ സ്ഥിരമായിട്ട് കയറി പോകുന്നത്. മനസ്സിലായി? ഫുള്ള് കാൽപ്പാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആഞ്ഞിലി മരം. ഫുള്ള് മഴ പെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പായൽ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും തന്നെ അനുകരിക്കരുത്. മനസ്സിലായില്ല? ഇങ്ങനെ കയറി പോകാൻ പാടില്ല. അത്രയുണ്ട്. ഭയങ്കര വണ്ണമാണ്. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ മുകളിലോട്ട് കയറി പോയി നോക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ആഞ്ഞിലിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നത് അതിൻ്റെ മുകളിലേക്ക് താഴെ ആ കാണുന്നൊരു ഭാഗത്ത് നിന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു ഭാഗത്ത് നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആഞ്ഞിലി ചക്കയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ പഴുത്തതായിട്ട് കാണാനില്ല. മനസ്സിലായില്ല? ഇതിൻ്റെ മുകളിലോട്ട് ഈ കാണുന്ന പോലെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഫുള്ള് ഒന്ന് ഇരുണ്ട് പോയി. മഴ പെയ്തിട്ട് ഫുള്ള് ഇരുട്ട കിടക്കണം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന പോലെ നമ്മുടെ ആഞ്ഞിലി മരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴോട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അവസ്ഥയാണ്. മനസ്സിലായില്ലേ? ഫുള്ള് ഉണങ്ങിയ വിറവും കറികളുണ്ടോ? ഒരു വിറവ് താഴോട്ട്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ളൊരു ആഞ്ഞിലി മരമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആഞ്ഞിലി ചക്ക നിൽക്കുന്നുണ്ട്. ഈ കാണുന്നൊരു ഭാഗത്ത് അവിടെയൊക്കെ ആയിട്ട് അവിടെയായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിഞ്ചിനോറിനെ കൊണ്ട് കൊടുക്കണം. ചാർജ് തീർന്നു. ക്യാമറയുടെ ചാർജ് ഏതാണ്ട് 1% താഴെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ആവും. മനസ്സിലായി? അതുകൊണ്ട് നമുക്ക് കുറച്ച് ആഞ്ഞിലൊക്കെ പറിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറിച്ചിട്ട് നമുക്ക് താഴെ കൊണ്ടിട്ട് കാണിച്ചാൽ. മനസ്സിലായില്ലേ? ബാ. ആഞ്ഞിലിൻ്റെ മുകളിൽ നിന്ന് ഒരു പഴുത്ത ആഞ്ഞിലി ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ പഴുത്തിട്ടില്ല. എന്നാൽ അത്യാവശ്യം കഴിക്കാൻ രീതിയിലുള്ള പഴുത്ത ഒരെണ്ണം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം മാത്രമാണ് അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് കൊണ്ട് ചിഞ്ചിൻ്റെ അടുത്തോ ചിഞ്ചു ആ കാണുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. മനസ്സിലായി? നമുക്ക് അങ്ങോട്ട് പോകും. നമ്മൾ ഈ കാണുന്ന പോലെ ഇത്ര നേരം ഈ ഒരു ഏരിയയിൽ കിടന്നാണ് ചാടി മറിഞ്ഞുകൊണ്ടിരുന്നത്. ആ കാണുന്ന ഒരു ഭാഗത്ത് നിന്ന് ഒരു ആഞ്ഞിലി മരത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആഞ്ഞിലി ചക്ക എടുത്ത് വീട്ടിൽ വന്നിട്ട് നമ്മുടെ ക്യാമറയുടെ ബാറ്ററി മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ക്യാമറ ഓഫ് ആയപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ആഞ്ഞിലിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയ ആഞ്ഞിലി ചക്ക എന്നാണ് നമ്മൾ ഇളക്കാൻ വേണ്ടി പോകുന്നത്. ചിഞ്ചി കാണുന്നത് വലിച്ച് പൊളിക്കാൻ വേണ്ടി പോകുന്നത്. ചിഞ്ചി വലിച്ച് പൊളിക്കുകയും ചെയ്യും. ആ പൊളിക്കാനല്ല, അതിനെ ഇളക്കാൻ. അപ്പോൾ ഈ കാണുന്നത് മുഴുവനായിട്ട് നനഞ്ഞ് കുളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പഴുത്ത് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇളക്കാനായിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും കുഴപ്പമില്ല. ഈ കാണുന്ന പോലെ ചെറുതാണ് കേട്ടോ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അതിൻ്റെ കളർ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. നമ്മുടെ ക്യാമറ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്ര ഭയങ്കരമായ നിറമായിട്ട് കാണാൻ പറ്റും. പക്ഷേ നല്ല ഓറഞ്ച് നിറമാണ്. നമുക്കത് നമ്മളത് കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല ഓറഞ്ച് നിറമാണ്. നമ്മുടെ ക്യാമറയിൽ വരുമ്പോൾ അതൊരു ലൈറ്റ് യെല്ലോ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ. മനസ്സിലായി? അതിൻ്റെ ഒരു ടേസ്റ്റേ ഉള്ളൂ. കുഴപ്പമില്ല. നല്ല മധുരമുണ്ട്. പക്ഷേ പഴുത്ത് തുടങ്ങിയിട്ട് ആ ഒരു വിളഞ്ഞാണ്. നല്ല വിളഞ്ഞിട്ട് പഴുത്ത് തുടങ്ങിയുള്ളൂ. നാളെയാണ് ഇതിൻ്റെ കഴിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിലും കൊള്ളാടിപൊളിയാണ്. മധുരമുണ്ട്. കൊള്ളാം. മീശ മറ്റേ താഴെ മറ്റേ ചൈനക്കാരെ വന്നിരിക്കുന്നു.
തലയാടി തുടങ്ങി മധുരം ഉണ്ടെന്ന്. വെറുതെ മഴയുണ്ട് കാണിച്ചത്. ടാറ്റ. ടാറ്റ കൂടെ നിൽക്കും. ഭയങ്കര ചെറിയ കേട്ടാ, അത്രയേ ഉള്ളൂ. സാധനം കുറച്ച് വലുതാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കുഞ്ഞി എന്നാലും കുറേ ഉണ്ട്.